ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ വരാൻ പോകുന്ന ഒരു എപ്പിസോഡാണ് പറയാൻ പോകുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ സച്ചി കാറ് വിറ്റിട്ട് ഓട്ടോറിക്ഷ വാങ്ങിയിട്ടാണല്ലോ, ഇപ്പോൾ ഓട്ടോറിക്ഷയാണല്ലോ ഓടിച്ചുകൊണ്ട് നടക്കുന്നത്. അതൊന്നും തന്നെ വീട്ടിൽ ആരും അറിയില്ല. കൂട്ടുകാരന്മാർക്ക് വേണ്ടി അവൻ ചെയ്തതാണ്. അതേ സമയത്ത് ഒരു ദിവസം ശ്രുതിയുടെ കൂട്ടുകാരിയും കൂടിയിട്ട് ആ കാറിൽ കയറുന്നുണ്ട്. ആ സമയത്ത് സച്ചി തൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് ഫോണിലൂടെ പറയുന്നുണ്ട്, എൻ്റെ കാറ് ഒരു കൂട്ടുകാരൻ വാങ്ങിക്കൊണ്ട് പോയതാണ് അവൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട്. ആ സമയത്ത് ഞാൻ അവൻ്റെ ഓട്ടോറിക്ഷ ഓടിക്കുന്നതാണെന്നൊക്കെ ശ്രുതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഫോണിലൂടെയൊക്കെ അങ്ങനെ നമ്മുടെ സച്ചി സംസാരിക്കുന്നുണ്ട്. എന്തായാലും അവരെ ഒരു ഭാഗത്ത് ഇറക്കി വിടുകയാണ്. ബ്യൂട്ടി പാർലർക്ക് എത്തുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ചന്ദ്രയുടെ പേരിലല്ലല്ലോ. ആ പേരെങ്ങാനും ഇനിയിപ്പോൾ സച്ചി കണ്ടാലോ എന്ന് വിചാരിച്ച് കുറേ ദൂരെ മാറി വണ്ടി നിർത്തി അവരങ്ങനെ മാറി നിൽക്കാണ്. ആ സമയത്ത് അവിടെ ഒരു അമ്മൂമ്മ ഉണ്ടായിരിക്കും. അപ്പൊ ആ അമ്മൂമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മോനെ വിശേഷമൊക്കെ, മോൻ എന്താ ഇപ്പൊ കാറല്ലേ ഓടിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം എൻ്റെ കാറ് വിറ്റു, ഞാനിപ്പോ ഓട്ടോറിക്ഷയാണ് ഓടിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അത് ആ ഒരു വാക്ക് നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരി മീരയും കൂടി കേൾക്കുകയാണ് കേട്ടോ. അപ്പൊ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. സച്ചി അങ്ങനെ ഓട്ടോറിക്ഷ എടുത്ത് അവിടെ നിന്നും പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ ശ്രുതി മീരയോട് പറയുന്നുണ്ട്, നീ വേഗം ബ്യൂട്ടി പാർലറിലേക്ക് പൊക്കോ, ഞാൻ എന്തായാലും ഈ കാര്യം ചൂട് ആറുന്നതിന് മുൻപ് തന്നെ വീട്ടിൽ അറിയിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് അവൾ അപ്പം തന്നെ വീട്ടിലേക്ക് പോവുകയാണ്. സച്ചിയുടെ ഈ ഒരു കാര്യം രഹസ്യം പറയാൻ വേണ്ടിയിട്ട്. ശ്രുതി വീട്ടിലെത്തിയ ഉടനെ തന്നെ ശ്രുതിയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. റൂമിലാണെങ്കിൽ ശ്രുതി ഇരിക്കുന്നുണ്ടാവും. ശ്രുതി കാനഡയിലേക്ക് പോകുന്നതിന്റെ അതായത് അവിടുത്തെ ഡോളറും കാര്യങ്ങളൊക്കെ, അവിടെ എത്രയായിരിക്കും ഡോളറിന് ഇപ്പൊ ഇവിടെ അപ്പൊ നാട്ടിൽ എത്രയാണ്, അങ്ങനെയൊക്കെ ഇങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശ്രുതി വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ കണക്ക് കൂട്ടിയിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കും. ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറയുന്നുണ്ട്. എന്താന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളിവിടെ സച്ചി ഉണ്ടല്ലോ, നമ്മൾ ആരും അറിയാത്തൊരു രഹസ്യം കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പൊ എന്താന്ന് ചോദിക്കുമ്പോ വിവരം പറയുകയാണ്. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, അതിനെന്താ, അവന് ഓട്ടോറിക്ഷ ഓടിക്കാൻ അറിയാവുന്നതാണ്, അവൻ ഓട്ടോറിക്ഷ ഓടിച്ചോട്ടെ, അതിനെന്താ കുഴപ്പമെന്നിങ്ങനെ ശ്രുതി ചോദിക്കുകയാണ്. നിങ്ങൾ എന്താ ഇത്ര നിസ്സാരമായിട്ട് സംസാരിക്കുന്നത്? നിങ്ങളുടെ അനിയൻ അവൻ ഇപ്പോൾ ഓട്ടോറിക്ഷ കാറ് വാങ്ങിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഈ വീടിന്റെ ആധാരം പണയം എടുത്തിട്ട് അച്ഛനല്ലേ അവന് കാറ് വാങ്ങിക്കൊടുത്തത്. അപ്പൊ ഇപ്പൊ ആധാരം പണയത്തിലല്ലേ ഇരിക്കുന്നത്. അപ്പൊ ആ പൈസ എവിടെ പോയി, ആ കാറ് വിറ്റ പൈസ എവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ്. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, അത് ശരിയാണല്ലോ, അവന്റെ കയ്യിൽ 3-4 ലക്ഷം രൂപയ്ക്ക് ഉണ്ടാവോ കാർ വിറ്റ് കഴിഞ്ഞാൽ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കാനഡയിലേക്ക് പോകാൻ വേണ്ടി അവനോട് പൈസ കടം ചോദിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് വിവരമില്ലായ്മണി പറയണത്? നിങ്ങൾക്ക് ആരെങ്കിലും പൈസ കടം തരോ? അതല്ല, ഇതിപ്പോ ഇവിടെ പറഞ്ഞു കഴിഞ്ഞ് അവനെ നിങ്ങളെപ്പോഴും നിങ്ങൾ പൈസ കട്ടുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെപ്പോഴും നാണം കെടുത്തുന്നതല്ലേ ശ്രുതിയെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവനക്ക് കിട്ടും ഒരു പണി കൊടുക്കാൻ പറ്റിയൊരു അവസരമാണ്, നിങ്ങൾ ഇവിടെ ഇരിക്കുകയെന്നും പറഞ്ഞ് വേഗം തന്നെ ശ്രുതി വേഗം അമ്മയുടെ അരികിലേക്ക് പോവുകയാണ്, നമ്മുടെ ചന്ദ്രയുടെ അരികിലേക്ക്. ആന്റി 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 എന്ന് വിളിച്ചിങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ആന്റി ആണെങ്കിൽ പൂജാമുറിയിൽ വിളക്ക് വെക്കാനുള്ള ഒരു ഇതിലാണ്. അപ്പൊ മോള് വന്നു, എന്തായാലും മോള് തന്നെ വിളക്ക് വെക്കിയെന്നും പറഞ്ഞിട്ട് ശ്രുതിയുടെ കയ്യിൽ തിരി കൊടുക്കുകയാണ്. അങ്ങനെ അവള് വിളക്കൊക്കെ വെച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്ര പറയാണ്, എന്താ മോളെ വിളിച്ചു എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രയോടും ഈ ഒരു കാര്യം പറയുകയാണ്. അവനിപ്പോ ആ നിലയിലായോ? എന്തായാലും അവനങ്ങനെ ഇവളെ ഗതിയില്ലാത്ത ഒരുത്തിയല്ലേ കെട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവന്റെ ജീവിതം അങ്ങനെ തന്നെ തീരട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആന്റി എന്താ ശ്രുതിയെ പോലെ തന്നെ സംസാരിക്കുന്നത്? ഈ വീടിന്റെ ആധാരം പണയപ്പെടുത്തിയിട്ടല്ലേ ആ കാറ് വാങ്ങിയിട്ടുള്ളത്, അത് ശരിയാണല്ലോ എന്നിങ്ങനെ. പിന്നെ അങ്കിൾ അറിയാതെ, അപ്പൊ അങ്കിളിനോട് ഒരു വാക്ക് ചോദിച്ചിട്ട് വേണ്ടേ ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്നിങ്ങനെ പറയുന്നത്. അപ്പോ നമ്മുടെ ചന്ദ്ര പറയാം, അത് ശരിയാ, ഞാൻ എന്തായാലും അദ്ദേഹത്തെ അറിയിക്കട്ടെ എന്നും പറഞ്ഞിട്ട് രവിയുടെ അരികിലേക്ക് ഓടിപ്പോവുകയാണ്. അപ്പൊ രവിയേട്ടാ എന്നും വിളിച്ചിട്ട് ഓടിച്ചെന്നിട്ട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അങ്ങനെയൊന്നും സച്ചി ചെയ്യില്ല, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ന്യായമായ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയുകയും ചെയ്യുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ രേവതി ഈ ഒരു കാഴ്ച കാണുന്നുണ്ട്. സച്ചി ഓട്ടോറിക്ഷ ഓടിക്കുന്നതും അതുപോലെ തന്നെ ഒരു വയസ്സായ ഒരു അമ്മൂമ്മയെ ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോകുന്നതും ആ അമ്മൂമ്മയെ കെയർ ചെയ്യുന്നതുമായിട്ടുള്ള കാഴ്ച കാണുമ്പോൾ അവൾക്കും ആകെ വിഷമാവാണ്. അപ്പൊ അവൾ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് അവൾ അവിടേക്ക് വരുന്നത്. ഇവൾ അറിഞ്ഞിട്ടാവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവളായിരിക്കും ഓട്ടോറിക്ഷ വിൽക്കാനൊക്കെ കാറ് വിൽക്കാനൊക്കെ കൂട്ടുനിന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നീ മിണ്ടാതിരിക്കും ചന്ദ്ര, എന്തായാലും അവൻ വരട്ടെ, അവൻ വന്നിട്ട്
ഞാൻ ചോദിക്കാം അവനോട് എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ചന്ദ്ര രേവതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് സച്ചി അവിടേക്ക് കയറി വരുന്നത്. അപ്പൊ സച്ചി പറയുന്നുണ്ട്, എന്താ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാമെന്ന് പറയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മുടെ ശ്രുതിയൊക്കെ അവിടെ നിൽക്കാണ്. അപ്പൊ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട്, അതെ എന്തായാലും എന്നോട് ഇവിടെ അയൺ കട ഇട്ട് നടത്തിക്കോളാനല്ല അവൻ പറഞ്ഞത്, അതിന് എന്തായാലും അവന്റെ സ്ഥിതി അതിലേക്കാണ് പോക്ക് എന്നിങ്ങനെയൊക്കെ കളിയാക്കുന്നുണ്ട് കേട്ടോ അതിന്റെ ഇടയിൽ. അങ്ങനെ സച്ചി വന്നിട്ട് കാര്യങ്ങൾ ചോദിക്കാണ്, സച്ചിയോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ചോദിക്കാണ്, നീ സത്യം പറ, നിന്റെ കാറ് വിറ്റോ എന്ന് ചോദിക്കുമ്പോൾ അതെ അച്ഛ വിറ്റു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ നീ ഓട്ടോറിക്ഷയാണ് ഓടിക്കുന്നത്, അതെ എന്ന് പറയാണ്. അപ്പൊ അതെന്തിനാണ്? അത് അച്ഛ പല പ്രശ്നങ്ങളുണ്ട്, അച്ഛനിപ്പോൾ അസുഖമായിട്ടിരിക്കില്ല, അതുകൊണ്ട് അച്ഛനറിയാലോ ഞാൻ ന്യായമല്ലാത്തൊരു കാര്യത്തിനും വേണ്ടിയിട്ട് അത് വിൽക്കില്ലെന്ന്. അച്ഛനിപ്പോൾ പല അസുഖങ്ങളും ശരീരത്തുണ്ട്, അത് അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് ടെൻഷനാവും, പിന്നെ അച്ഛനെ ഹോസ്പിറ്റലിലാക്കേണ്ടിയും വരും. അതുകൊണ്ട് ഞാൻ പിന്നീട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അത് ശരി തന്നെയാണ്, നീ ഒരിക്കലും നിന്റെ ജീവനായി കണ്ടിട്ടുള്ള നീ ആ കാറിനെ നീ ഒരിക്കലും വിൽക്കില്ല. നിനക്ക് അത്ര അത്യാവശ്യം വന്നത് കൊണ്ട് മാത്രമായിരിക്കും നീ അത് വിറ്റത്. എന്തായാലും ആരും വിഷമിക്കേണ്ട, ആധാരം എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് സച്ചി വാക്കു കൊടുക്കുകയും ചെയ്യാണ്. എന്തായാലും നമ്മുടെ ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ സച്ചി. കാരണം ഇവന്റെ ഈ കള്ളത്തരം പൊളിച്ചെങ്കിലും ബ്യൂട്ടി പാർലർ ഇപ്പോൾ ചന്ദ്രയുടെ പേരിലല്ല എന്ന സത്യം നമ്മുടെ സച്ചി മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് പോലും ഇത്രയും ആൾക്കാരുടെ ഇടയിൽ വെച്ച് വേണമെങ്കിൽ സച്ചിക്ക് അത് വിളിച്ച് പറയാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതോടുകൂടി ചന്ദ്രയുടെ കയ്യിൽ നിന്നും നമ്മുടെ ശ്രുതിക്ക് കൊടുക്കാമായിരുന്നു. അതൊന്നും തന്നെ സച്ചി ചെയ്യാതെ സച്ചിയാണെങ്കിൽ ചെയ്യുന്നത് അവിടെ ഒരു കോംപ്രമൈസ് എന്ന നിലയിൽ സംസാരിച്ച് ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയാണ്. അവന് ഓട്ടോറിക്ഷ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ശ്രുതി ഇട്ടുകൊടുത്ത ആ ഒരു തിരിയുണ്ടല്ലോ, ആ ഒരു തീക്കനൽ, അത് അവിടെ ആളിക്കത്തില്ല, അവിടെ അങ്ങനെ തന്നെ കെട്ടുപോവുകയാണ് ചെയ്തത്. അപ്പം ശ്രുതിക്ക് അതിൽ നല്ല നിരാശ തന്നെയുണ്ട്. എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു എപ്പിസോഡിനായി കാത്തിരുന്ന് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.